നമസ്കാരം. ഏവർക്കും വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരാണോ? സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് എന്തെല്ലാം സമ്മാനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വിശദമായ വീഡിയോയിൽ ചതയം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലം നമുക്ക് വിശകലനം ചെയ്യാം. പ്രവചനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ചതയം നക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് മനസ്സിലാക്കാം. കുംഭം രാശിയിൽ 6 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 20 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണിത്. ഇതിൻ്റെ അധിപൻ രാഹുവാണ്. അതായത് മാറ്റങ്ങളെയും രഹസ്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഗ്രഹം. ചതയം നക്ഷത്രത്തിൻ്റെ ദേവത വരുണനാണ്. അതായത് പ്രപഞ്ച നിയമങ്ങളുടെയും ജലത്തിൻ്റെയും അധിപൻ. 100 പൂക്കളോ ഒരു വൃത്തമോ ആണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ഇത് സംരക്ഷണത്തെയും രോഗങ്ങൾ ഭേദമാക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ചതയം നക്ഷത്രക്കാർ വൈദ്യശാസ്ത്രം, രോഗശാന്തി, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ തിളങ്ങുന്നത്. നിങ്ങൾ സ്വതന്ത്രമായ സ്വഭാവമുള്ളവരും സാധാരണ ചിന്താഗതികളിൽ നിന്നും മാറി ചിന്തിക്കുന്നവരുമാണ്. നിങ്ങളുടെ ആഴത്തിലുള്ള ആത്മീയ ചിന്തകൾ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഗ്രഹങ്ങളുടെ സഞ്ചാരവും അവയുടെ സ്വാധീനവും. സെപ്റ്റംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്ന ചില ഗ്രഹചലനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സൂര്യൻ തുടക്കത്തിൽ ചിങ്ങം രാശിയിലും പിന്നീട് കന്നി രാശിയിലേക്കും മാറും. ആശയവിനിമയത്തിൻ്റെ ഗ്രഹമായ ബുധനും സഞ്ചരിക്കുന്നു. ഏറ്റവും പ്രധാനമായി കുംഭം രാശിയുടെ അധിപനായ ശനിയും നിങ്ങളുടെ നക്ഷത്രനാഥനായ രാഹുവും തുടർന്നും ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. ഈ ബഹിരാകാശ ഊർജ്ജങ്ങൾ നിങ്ങളുടെ മാസത്തെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. തൊഴിൽ, ഔദ്യോഗിക ജീവിതം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം തൊഴിൽപരമായി ഒരുപാട് നല്ല അവസരങ്ങൾ നൽകുന്ന സമയമാണ്. നിങ്ങളുടെ സ്വന്തം രാശിയായ കുംഭത്തിലെ ശനിയുടെ സ്വാധീനം നിങ്ങളെ കൂടുതൽ അച്ചടക്കമുള്ളവരും കഠിനാധ്വാനം ചെയ്യുന്നവരുമാക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ശക്തമായ ഒരു താൽപ്പര്യം നിങ്ങൾക്കുണ്ടാകും. ദീർഘകാല പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഭാവിയിലെ വിജയത്തിന് അടിത്തറയിടാനും ഇത് വളരെ നല്ല സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങളോ കരാറുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളുടെ ഗവേഷണ വൈദഗ്ധ്യവും ഉൾബോധവും ശരിയായ അവസരങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും. എന്നാൽ സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ഇടപഴകലുകളിൽ ശ്രദ്ധിക്കുക. രാഹുവിൻ്റെ സ്വാധീനം ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് കാരണമാവാം. അതിനാൽ വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയം നേടും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മാസത്തിലെ 2ാമത്തെയും 3ാമത്തെയും ആഴ്ചകളിൽ നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു പുതിയ ജോലി വാഗ്ദാനം ലഭിക്കാം. അതിനാൽ എല്ലാ വഴികളും തുറന്നിടുക. സാമ്പത്തിക കാര്യങ്ങൾ. ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും സംയോജിത സ്വാധീനം പുതിയ വരുമാന വഴികൾ തുറക്കും. ചിലർക്ക് ഇതൊരു സ്ഥാനക്കയറ്റത്തിലൂടെയോ ശമ്പള വർധനവിലൂടെയോ ആകാം. മറ്റു ചിലർക്ക് പുതിയ ബിസിനസ് വഴിയോ വിജയകരമായ നിക്ഷേപങ്ങളിലൂടെയോ ആകാം.
നിങ്ങൾ മുമ്പ് നടത്തിയ ചില നിക്ഷേപങ്ങൾ ഈ മാസം നിങ്ങൾക്ക് ലാഭം നൽകിയേക്കാം. നിങ്ങളുടെ സാമ്പത്തിക തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാൻ ഇത് നല്ല സമയമാണ്. റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള ദീർഘകാല നിക്ഷേപങ്ങൾ പരിഗണിക്കാവുന്നതാണ്. അനാവശ്യമായി പണം ചിലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾക്കായി. ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ ഉൾബോധം നിങ്ങളെ സഹായിക്കും. എന്നിരുന്നാലും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവുമായി സംസാരിക്കുന്നത് നല്ലതാണ്. ഒരു കുടുംബാംഗത്തിൽ നിന്നോ ഒരു പിന്തുടർച്ചാവകാശത്തിലൂടെയോ നിങ്ങൾക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഈ മാസം നിങ്ങളുടെ അച്ചടക്കം ഒരു സുസ്ഥിരമായ സാമ്പത്തിക ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും. ബന്ധങ്ങൾ, കുടുംബജീവിതം. വ്യക്തിപരമായ കാര്യങ്ങളിൽ സെപ്റ്റംബർ മാസം ഐക്യവും സമാധാനവും കൊണ്ടുവരും. ശുക്രൻ്റെ നല്ല ഊർജം കുടുംബത്തിൽ സ്നേഹവും വാത്സല്യവും വർദ്ധിപ്പിക്കും. വിവാഹിതരായ ദമ്പതികൾക്ക് കൂടുതൽ റൊമാൻറ്റിക്കും സമാധാനപരവുമായ ഒരു ബന്ധം ആസ്വദിക്കാൻ സാധിക്കും. നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ പങ്കാളിയോടൊപ്പം ഒരു ചെറിയ യാത്ര പോകാൻ ഇത് നല്ല സമയമാണ്. അവിവാഹിതർക്ക് തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള പങ്കാളിയെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ചെറിയ ഒത്തുചേരലുകളും ആഘോഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിലനിന്നിരുന്ന ചെറിയ പ്രശ്നങ്ങൾ ഈ മാസം അവസാനിക്കും. ഒരു പ്രശ്നത്തെ വിശാലമായ കാഴ്ചപ്പാടിൽ കാണാനുള്ള നിങ്ങളുടെ കഴിവ് ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാനും സമാധാനം കൊണ്ടുവരാനും നിങ്ങളെ സഹായിക്കും. മുതിർന്നവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അമൂല്യമാണ്. ആരോഗ്യം, ക്ഷേമം. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധിക്കുക. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സമ്മർദ്ദം, രക്തചംക്രമണ പ്രശ്നങ്ങൾ എന്നിവയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക. ശരീരത്തിൻ്റെ സൂചനകൾ മനസ്സിലാക്കുകയും അമിതമായി അധ്വാനിക്കാതിരിക്കുകയും ചെയ്യുക. മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനവും യോഗയും പരിശീലിക്കുക. നിങ്ങളുടെ ദേവതയായ വരുണൻ ജലത്തിൻ്റെ അധിപനായതിനാൽ നീന്തൽ പോലുള്ള ജലവുമായി ബന്ധപ്പെട്ട വ്യായാമങ്ങൾ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ആവശ്യത്തിന് വെള്ളം കുടിക്കാനും സമീകൃതാഹാരം കഴിക്കാനും ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉറങ്ങുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നിർണായകമാണ്. ചെറിയ ലക്ഷണങ്ങളെ അവഗണിക്കരുത്. ഒരു വൈദ്യപരിശോധന എല്ലായ്പ്പോഴും ചികിത്സയേക്കാൾ നല്ലതാണ്. ജ്യോതിഷ പരിഹാരങ്ങൾ. സെപ്റ്റംബറിൽ നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും വെല്ലുവിളികൾ കുറയ്ക്കാനും ചതയം നക്ഷത്രക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ചില ശക്തമായ ജ്യോതിഷ പരിഹാരങ്ങൾ ഇതാ. ശിവനെയും വരുണനെയും ആരാധിക്കുക. എല്ലാ ദിവസവും രാവിലെ ശിവപഞ്ചാക്ഷരി മന്ത്രവും ഓം നമഃ ശിവായ, വരുണ ഗായത്രി മന്ത്രവും ജപിക്കുക. ഇത് നിങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും നൽകും. പക്ഷികൾക്ക് ഭക്ഷണം നൽകുക. രാഹുവിൻ്റെയും ശനിയുടെയും സ്വാധീനം ചില മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശനിയാഴ്ചകളിൽ കറുത്ത പക്ഷികൾക്കോ കാക്കകൾക്കോ ഭക്ഷണം നൽകുന്നത് ഈ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സഹായം നൽകുക. വൃദ്ധസദനങ്ങളിലോ അനാഥാലയങ്ങളിലോ സഹായം നൽകുക. ഇത് നിങ്ങൾക്ക് വലിയ ആത്മീയ ഗുണങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും നൽകും. ഇന്ദ്രനീലം ധരിക്കുക.
നിങ്ങളൊരു ചതയം നക്ഷത്രക്കാരനാണെങ്കിൽ ഇന്ദ്രനീലം നീലക്കല്ല് ധരിക്കുന്നത് ശനിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അച്ചടക്കവും വിജയവും നേടാനും സഹായിക്കും. എന്നിരുന്നാലും ഒരു ജ്യോതിഷിയുമായി സംസാരിച്ചതിന് ശേഷം മാത്രം ഇത് ധരിക്കുക. മൃഗങ്ങളെ സംരക്ഷിക്കുക. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാണ്. കുതിരകളെ ബഹുമാനിക്കുന്നതും പരിപാലിക്കുന്നതും നിങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. പ്രിയപ്പെട്ട ചതയം നക്ഷത്രക്കാരെ, ഓർക്കുക, നമ്മുടെ ജീവിതം നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ ഫലമാണ്. ഗ്രഹങ്ങൾ വഴികാട്ടികൾ മാത്രമാണ്. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ വെല്ലുവിളികളും സാധ്യതകളുമുണ്ട്. എന്നാൽ വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ ആന്തരിക ശക്തിയിൽ വിശ്വസിച്ച് ഈ മാസത്തെ ഓരോ ദിവസത്തെയും സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുക. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്കൊരു പ്രതീക്ഷയുടെ തിരുനാളം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പോസിറ്റീവ് ചിന്തയെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമോ, ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾക്ക് നൽകുന്ന ഊർജം എത്ര വലുതാണെന്ന്. നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ആശ്വാസമാകാം. നിങ്ങളുടെ വാക്കുകളാണ് ഞങ്ങളുടെ പ്രചോദനം. അതുകൊണ്ട് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയതെന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.